ഇപ്പോഴും വിദ്യാർത്ഥിനികൾ കായിക താരങ്ങൾ ട്രാക്കിലിരുന്ന് പ്രതിഷേധിക്കാൻ നിങ്ങളൊന്നും ട്രാക്ക് വിടുന്നില്ല. എന്താണ് നിങ്ങളുടെ തീരുമാനം? ഞങ്ങളെ കപ്പ് കിട്ടാണ്ട് ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾ കപ്പ് കിട്ടാണ്ട് ഞങ്ങൾക്ക് കിട്ടണ്ട, ഞങ്ങൾക്ക് കിട്ടണം. ഇവിടെ തന്നെ ഇരിക്കും. ഞങ്ങൾ പോകത്തില്ല. മാത്രമല്ല സ്കൂളും ഞങ്ങൾ അധ്വാനിച്ചിട്ട് വരെ കിട്ടാണ്ട് ഞങ്ങളടുത്ത് പോകത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത്ര വർഷം കിടന്ന ഇത്ര പട്ടി വർക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് മീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ട്രോഫി കൊടുക്കണമെങ്കിൽ ഈ വർഷം ഇല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എന്നാ പിന്നെ എല്ലാവർക്കും പിന്നെ മീറ്റ് നടത്തണ്ട, എല്ലാവർക്കും ട്രോഫി കൊണ്ടിട്ട് എല്ലാ സ്കൂളിൽ കൂടെ കൊടുത്തിട്ട് ഇവർ പൈസ കൊടുക്കുന്ന സ്കൂളിൽ കൊണ്ട് കൊടുത്തിട്ട് ഫോട്ടോ ഇട്ട് പോസ്റ്റ് ചെയ്താൽ പോരെ. അവർക്ക് ഇതാണ് വേണ്ടെങ്കിൽ പിന്നെ ഇതിന് മീറ്റ് നടത്തേണ്ട കാര്യം എന്തിനാ? അധ്യാപകർ എന്താ പറയുന്നത്? അവരുടെ നിലപാട് എന്താ? ഇനി മീറ്റ് പോകുന്നില്ല, ഇനി സ്കൂൾസ് മീറ്റ് ഇറങ്ങുന്നില്ല. അങ്ങനെ ഇരിക്കാൻ തന്നെയാണോ അവർ പറഞ്ഞ തീരുമാനമാണ്. ഞങ്ങൾ ഇനി മീറ്റേ ചെയ്യും. ഞങ്ങൾ സ്കൂൾസ് മീറ്റ് ചെയ്യും. അധ്വാനിച്ചിട്ട് പല കിട്ടാണ്ട് പിന്നെ മീറ്റ് ആയിട്ടും കാര്യം. ഒന്ന് വിളിക്കൂ. ആരാ ഉള്ളേ? ടീച്ചർ അവിടെ ഉണ്ട്, അവിടെ നിൽപ്പുണ്ട്. ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ പോകില്ല. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനി തൊട്ട് ഇറങ്ങണില്ല. അധ്വാനിച്ചിട്ട് പല കിട്ടാണ്ട് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ഇതാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. അതായത് അധ്വാനിച്ചതിന് ഫലം കിട്ടണം, അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ പോകൂ. ഞങ്ങൾ ഇവിടെ വന്ന് മത്സരിച്ചത് വെറുതെയല്ല, അധ്വാനിച്ചാണ് ഞങ്ങൾ ഈ മെഡലുകൾ വാരിക്കൂട്ടി, പോയിന്റുകൾ വാരിക്കൂട്ടി. ആ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനം ഞങ്ങൾക്ക് കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ പുറത്തേക്ക് പോകൂ എന്നുള്ളതാണ് ഇപ്പോൾ മാർബേസിലെ വിദ്യാർത്ഥികൾ പറയുന്നത്. ഒരു തരത്തിലുള്ള ചർച്ചയും ആ പ്രദേശത്ത് സംഘാടകരുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടാകുന്നില്ലേ? നോക്കൂ, വിദ്യാർത്ഥികൾ ആ ട്രാക്ക് വിടുന്നില്ല. ദേശീയ മീറ്റിൽ പോലും ഇനി പങ്കെടുക്കുന്നില്ല. ഇനി മുന്നിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് കോതമംഗലം മാർബേസിലെ കുട്ടികൾ അവർ ഏറെ വിഷമത്തോടു കൂടിയും പ്രതിഷേധം ഉയർത്തിക്കൊണ്ടും പറയുകയാണ്. മാർബേസിലെ കുട്ടികളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഓരോ സ്കൂൾ കായികമേള എടുത്താലും എത്രമാത്രം നമ്മുടെ കേരളത്തിന്റെ പേര് ഉയർത്തിപ്പിടിക്കുന്ന കുട്ടികളാണ്. അവരാണ് ഇനി മുന്നിലേക്ക് ഇറങ്ങുന്നില്ലെന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും വളരെ വിഷമകരമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ വിഷമം തോന്നും. കാരണം കേരളത്തിൻ്റെ കായിക മേഖലയിൽ ഇത്രയും കായിക താരങ്ങളെ സംഭാവന ചെയ്തൊരു സ്കൂളാണ് മാർബേസിൽ. ആ സ്കൂളിലെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളാണ് ഇങ്ങനൊരു പ്രതിഷേധവുമായിട്ട് തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ട്രാക്കിൽ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കുന്നത്. അവർ ഈ ട്രാക്കിലാണ് അവർ മെഡലുകൾ വാരിയെടുത്തത്, പോയിന്റുകൾ വാരിയെടുത്തത്. ആ ട്രാക്കിൽ തന്നെ അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു ദുരവസ്ഥയിലേക്കാണ് ഇവരെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരാളും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. നിങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി വേദിയിലുണ്ടായിരുന്നോ? ഇല്ല, അവരോട് ആദ്യം കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ മൈൻഡ് ചെയ്യേണ്ട സാർ ഇറങ്ങി പോയി. കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ പരിഹാരം ഉണ്ടാക്കുന്ന അവരങ്ങ് പോയി. ഞങ്ങൾക്ക് പിന്നെ ഒരു പരിഹാരമില്ല. സംഘാടകരുണ്ടായിരുന്നല്ലോ, അവരാരും അവരെ പറയുന്ന തീരുമാനം ഉണ്ടാക്കാം പരിഹരിക്കാം, പിന്നെ പരിഹരിക്കാന്ന് പറഞ്ഞു ഇപ്പൊ പരിപാടിയെല്ലാം വന്നിട്ട് അവര് പോയി. പിന്നെ പറഞ്ഞു ഈ പ്രാവശ്യത്തേക്ക് വിടാം, അടുത്ത വർഷം നിങ്ങൾക്കുണ്ടല്ലോ എന്ന്. ഞങ്ങളപ്പോ ഇപ്രാവശ്യം കഷ്ടപ്പെട്ടതോ? അതാണ് സംഘാടകർക്ക് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്ത് കുട്ടികളോടൊന്ന് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്നും നീചമായിട്ടുള്ള ഇടപെടലാണ് ആ കായിക താരങ്ങൾക്ക് നേരെ, വിദ്യാർത്ഥികൾക്ക് നേരെ, സ്കൂൾ കുട്ടികൾക്ക് നേരെ ഉണ്ടായത്. വേദിയിൽ മന്ത്രി പോലും ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളടുത്തൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. പ്രശ്നത്തിന് ഇടപെടാം എന്നുള്ള കൃത്യമായ ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒന്നുണ്ടായാൽ മതിയായിരുന്നു. അതുപോലും ഒരു സംഘാടകർ പോലും അവിടെ ഉണ്ടായിരുന്ന മറ്റ് അധികൃതരോ മന്ത്രിമാരോ ആരും തന്നെ ആ കുട്ടികളെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ഇപ്പോഴും പ്രതിഷേധം അറിയിക്കുകയാണ് വിദ്യാർത്ഥികൾ.